അനഘ വിവേക് അപകടാവസ്ഥയിൽ. അതേ പ്രേക്ഷകർ ഇനി നമ്മൾ കാണുവാൻ പോകുന്ന ആ ഒരു ദുഃഖകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനഘ വിവേകിനെ കണ്ടുമുട്ടുന്ന ഒരു നിമിഷം തന്നെയായിരിക്കും. നമ്മുടെ തങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവൻ പോലും പണയം വെച്ച വിവേക് ഇനി നമ്മുടെ പഞ്ചരത്നങ്ങളുടെ എല്ലാം കണ്ണിലൂന്നി ആ ഒരു പഞ്ചരത്നങ്ങളുടെ എല്ലാം ജീവൻ തന്നെയായിരിക്കും നമ്മുടെ വിവേക്. അല്ലെ പ്രേക്ഷകർ, നമ്മുടെ അമൃതയ്ക്കും ഒത്തിരി വിശ്വാസമായി ആ വിവേക് ഇവരെ ഒന്നും ചതിക്കില്ല, തങ്ങളെ ഒന്നും ചതിക്കില്ല, പൊന്നു പോലെ നോക്കിക്കൊള്ളുമെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ അമൃതയ്ക്കുമായി. അപ്പോൾ എന്തായാലും നമ്മുടെ വിവേക് ഒന്നും കൂടാതെ തിരിച്ച് ആ ഒരു പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ. എന്നാൽ നമ്മുടെ വിവേകിൻ്റെ അവസ്ഥ വളരെ ഗുരുതരം തന്നെയാണ്. നമ്മുടെ മഹേന്ദ്രൻ്റെ ആ ഒരു കലിപ്പൊക്കെ തീർത്ത് വലിയ കല്ല് കരിങ്കല്ലും വെച്ചാണ് നമ്മുടെ വിവേകിനെ അടിച്ച് പഞ്ചറാക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ വിവേകിൻ്റെ ആ ഒരു കൈയുടെ കാര്യത്തിൽ എന്തായാലും തീരുമാനമാകും മിക്കവാറും. കൈ ഒരു തളർച്ചയോ അല്ലെങ്കിൽ കൈ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയോ തന്നെ വന്നേക്കാം നമ്മുടെ വിവേകിൻ്റെ കാര്യത്തിൽ. എന്തായാലും താങ്ങാനാവാതെ നമ്മുടെ അനഘ പൊട്ടിക്കരയുന്നൊരു നിമിഷങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ പഞ്ചാഗ്നിയിൽ ഇനി കാണുവാൻ പോകുന്നത്. നമ്മുടെ സഹോദരിമാർക്കൊക്കെ നമ്മുടെ അനഘയെ ആശ്വസിപ്പിക്കാനാകുമോ? ഒരു ആശ്വാസത്തിൽ നിന്നും തീരുന്നതൊന്നുമല്ല ഈ ഒരു രംഗങ്ങൾ. അല്ലെ പ്രേക്ഷകർ, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കൂടുതലൊന്നും വരാതെ നമ്മുടെ വിവേകും നമ്മുടെ അനഘയും ഒന്നിച്ചുള്ള ഒരു ജീവിതം, ആ ഒരു സന്തോഷകരമായ ഒരു ജീവിതം, അത് എത്രയും പെട്ടെന്ന് കാണുവാൻ സാധിക്കട്ടെ. അല്ലെ പ്രേക്ഷകരെ, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.